അപ്പൊ എങ്ങനെയാ തുടങ്ങിയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കുറ്റവും കുറവും പറയാൻ പോകുന്നത് ആക്ച്വലി അത് രണ്ടും ഒന്നാണല്ലേ, സോറി, കുറ്റവും ശരിയും പറയാൻ പോകുന്നത് നമ്മുടെ OnePlus Nord 5 പറ്റിയിട്ടാണ് ഗൈസ്. നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സോ നമുക്ക് ആദ്യം പോസിറ്റീവ് സംസാരിക്കാം. ഇതിന്റെ ഫസ്റ്റ് പോസിറ്റീവ് ആയിട്ട് ഞാൻ പറയുന്നത് ഇതിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റോട് കൂടിയാണ് ഫോൺ നമ്മുടെ കയ്യിലെത്തുന്നത്. നല്ലൊരു ഡിസ്പ്ലേയിൽ ഒരു 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ഫീലാണ്, ഭയങ്കര ബട്ടറി ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. 2, ഇതിന്റെ ഡിസ്പ്ലേ. മൾട്ടി ടാസ്കിങ്ങിനും ഗെയിമിങ്ങിനും ഒക്കെ ഇതിന്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ വളരെ നല്ലതാണ്. നല്ലൊരു കളർ ടോണിംഗ് ആണ് നമുക്ക് തരുന്നത്. 3, ഇതിന്റെ ബാറ്ററി. യമാണ്ടൻ ബാറ്ററി. 6800 mAh ബാറ്ററിയാണ് നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ യൂസേഴ്സിനൊക്കെ ഒരു 1-1.5 ദിവസം ഇത് നിൽക്കും. ബാറ്ററി ഡ്രെയിനേജിന്റെ ഒരു ഇഷ്യൂസ് ഇതിലില്ല. ഇപ്പൊ നിങ്ങൾ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യാണ്, ഒരു ടൈം പോലും അണച്ചു വെക്കാതെ ഒരു ദിവസം ഫുൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു 9 തൊട്ട് 11 മണിക്കൂർ വരെ ഈ ഫോൺ ഓൺ ആയിരിക്കും. 4, ഇതിന്റെ സോഫ്റ്റ്വെയർ. പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ OnePlusൽ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഇതെല്ലാം വന്നിട്ടും ഈ OnePlus യൂസ് ചെയ്യുന്നവർ എന്തുകൊണ്ട് തിരിച്ചു വീണ്ടും OnePlusലോട്ട് തന്നെ പോകുന്നത്. അതിനൊരു വലിയ കാരണമാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ. കാരണം അത്ര സ്മൂത്ത് സോഫ്റ്റ്വെയർ ആണ്, ഭയങ്കര നൈസ് സോഫ്റ്റ്വെയർ. 5, ഇതിന്റെ ക്യാമറ. ക്യാമറ Nord 4 വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് Nord 5 കിട്ടുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്യാമറ നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. പോസിറ്റീവ് നമ്പർ 6, ഇതിന്റെ പ്ലസ് കീ. ഐഫോണിലൊക്കെ കണ്ടുവരുന്ന രീതിയിൽ ഒരു പ്ലസ് കീ ഇതിനും അവൈലബിൾ ആണ്. സോ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം. നമുക്കിപ്പോൾ ടോർച്ച് വേണമെങ്കിൽ ടോർച്ച് അതിൽ കസ്റ്റമൈസ് ചെയ്യാം, ക്യാമറ വേണമെങ്കിൽ ക്യാമറ കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ അതിൽ കുറച്ച് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. 7, ഇതിന്റെ മൈൻഡ് സ്പേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂസേഴ്സിന് വളരെ സഹായകരമായിട്ടുള്ള ഒരു മൈൻഡ് സ്പേസ് തന്നെയാണ്. കാരണം നമ്മൾ പലരും ഭയങ്കര മറവിയുള്ളവരായിരിക്കും. സോ നമ്മൾ ഈ മൈൻഡ് സ്പേസ് ഉപയോഗിച്ച് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് റിമൈൻഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്, ആ ചാറ്റിൽ ഇപ്പോൾ ഒരു ടൈമും സ്പേസും മീറ്റിങ്ങും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്കൊരു റിമൈൻഡർ ആയിട്ട് അവർ തന്നെ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ റിമൈൻഡർ ആയിട്ട് സെറ്റ് ചെയ്യാം. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും. നെഗറ്റീവ്സ്. നമ്പർ 1, ഫോണ് ഇച്ചിരി വലുതുമാണ്, ഇച്ചിരി ഹെവിയാണ്. 211 ഗ്രാമാണ് ഫോണിന് വെയിറ്റ് വരുന്നത്. 2, ഇതിന്റെ ഫ്രെയിം. ഇതിന്റെ ബാക്ക് വന്നിട്ട് ഗ്ലാസും ഇതിന്റെ സൈഡിലുള്ള ഫ്രെയിം വന്നിട്ട് പോളികാർബണിന്റെ പ്ലാസ്റ്റിക് ഫ്രെയിമുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലൊന്നും തരക്കേടില്ലാത്ത പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണ്, കമ്പയർ ചെയ്യുകയാണെങ്കിൽ Nord 4 ഇവര് നമുക്കൊരു മെറ്റാലിക് ഫ്രെയിമാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതിന് മുന്നേ ഇതിനെയും കാട്ടിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിൽ വരുമ്പോൾ ആ എക്സ്പീരിയൻസ് തരാത്തത് അല്പം മോശമായിട്ട് തോന്നി. എല്ലാവർക്കും ഇത് തോന്നണം എന്നില്ല. കാരണം നമ്മളിൽ ഇപ്പം ഞാൻ ഉൾപ്പെടെ കവറിട്ട് യൂസ് ചെയ്യുന്നവരാണ്. സോ ഈ ഫ്രെയിമിന്റെ ഇഷ്യൂ ഒക്കെ ഒരു വലിയ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ വലിയ ഇഷ്യൂസ് അല്ല. പിന്നെ പറയണമല്ലോ. 3, IP65 മാത്രമേ ഇതിൽ റേറ്റ് ആയിട്ടുള്ളൂ. അതെനിക്ക് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ IP68 റേറ്റഡ് ആവാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റും എനിക്ക് ഫീൽ ചെയ്തില്ല. 4, ഇതിന്റെ UFS ടൈപ്പ് 3.1 ആണ്. അതെനിക്ക് അല്പം കുറവ് പോലെ തോന്നി. കാരണം ഈ സ്റ്റോറേജ് ടൈപ്പ് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും അത് നമ്മുടെ പവർ എഫിഷ്യൻസിനെയും പെർഫോമൻസിനെയും എല്ലാത്തിനെയും ഒരു ലോങ് റണ്ണിൽ ബാധിക്കും. സോ അതെനിക്ക് വളരെ മോശമായിട്ട് തോന്നി. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ ആ ഒരു ലാഗ് നമുക്ക് പ്രതീക്ഷിക്കാം. 5, ഇതിന്റെ ചിപ്സെറ്റ്. ഇത് കേൾക്കുമ്പോൾ പലരും പറയും ചിപ്സെറ്റിന് എന്താ കുഴപ്പം, സ്നാപ്ഡ്രാഗൺ 8s Gen 3 ഇല്ലേ എന്ന്. പക്ഷേ നമ്മുടെ നോക്കുമ്പോൾ കോമ്പറ്റേറ്റീവ് ഫോൺസിൽ എല്ലാത്തിലും Gen 4 ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും Gen 4ന് ഒരു പടി മുന്നേ തന്നെയായിരിക്കും ഇതിന്റെ പെർഫോമൻസ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ ഒരു പ്രൈസ് റേഞ്ചിൽ
ഇപ്പം ഈ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ നിൽക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഫോൺസ് നമുക്ക് ബെറ്റർ ഓപ്ഷൻ തരാണ് എങ്കിൽ നമ്മളത് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റും എനിക്ക് പറയാനില്ല. സോ ഇതിന്റെ ചിപ്സെറ്റ് വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. പെർഫോമൻസിന്റെ കാര്യത്തിലൊന്നും ഒരു ലാഗും ഇതുവരെ ഇല്ല. പക്ഷെ വരികയില്ല എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞാലും എത്ര തർക്കിച്ചാലും ജെന്നസ് 4 ഒരു പടി മുന്നേ തന്നെയായിരിക്കും നിൽക്കുന്നത്. 6, ഇതിന്റെ ചാർജിങ് സ്പീഡ് കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഭയങ്കര സംഭവം തന്നിട്ട് അടുത്ത അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞ് ഇറക്കുന്ന ഒരു സാധനത്തിൽ അതിൽ നിന്നും കുറവാണ് എങ്കിൽ നമ്മൾ അല്പം ഡിസപ്പോയിന്റഡ് ആവില്ല. അതാണ് ഇവിടെയും സംഭവിച്ചത്. കാരണം നോഡ് 4 നമുക്ക് 100 വാട്ടിന്റെ ചാർജർ ആണ് തരുന്നത്. ഇതിൽ എന്നാൽ 80 വാട്ട് മാത്രമേ തരുന്നുള്ളൂ. പക്ഷെ വലിയ വ്യത്യാസമൊന്നും ഇല്ല ചാർജിങ് സ്പീഡിലൊന്നും. ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ ഇത് ചാർജ് ആവും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അയ്യോ നമ്മളത് പ്രതീക്ഷിച്ചു തന്നില്ല പക്ഷെ ഇത് കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ പൈസ ചക്കച്ചോളം എണ്ണിക്കൊടുത്തല്ലേ വാങ്ങുന്നത്. സോ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാൻ തന്നെ ചെയ്യാം. 7, ഇതിനൊരു അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അതിൽ എടുക്കുന്ന ഫോട്ടോയിലും നമ്മൾ മെയിൻ ലെൻസ്ക്ക് എടുക്കുന്ന ഫോട്ടോയും വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം 2 ഫോട്ടോയിലും കാണാൻ പറ്റും. കളർ ട്യൂണിങ്ങിലായാലും എല്ലാത്തിലും ആ ഒരു വ്യത്യാസമുണ്ട്. അൾട്രാ വൈഡിന്റെ ഇമേജസ് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമായില്ല. ക്വാളിറ്റി കുറവാണ്, ഡീറ്റെയിലിംഗ് കുറവാണ്. 8, ഇതിനൊരു ടെലിഫോട്ടോ ലെൻസ് ഇല്ല. പക്ഷെ അതൊരു വലിയ കുറവാണോ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ കുറവൊന്നും അല്ല, എന്നാലും ഇല്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.